എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള്? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. നമസ്കാരം. ഈ അടുത്ത ദിവസമാണ് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് കാരണം എന്താണെന്ന് അറിയാമോ? തിരുവനന്തപുരത്തെ പ്രോഗ്രാമിൽ ഞാൻ കറുത്ത വേഷമാണ് ധരിച്ചിട്ടുള്ളത്, കറുത്ത ബനിയനും കറുത്ത പാൻറ്റുമാണ് ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം. ഇത് അറിഞ്ഞ ഉടൻ തന്നെ പിണറായി വിജയൻ ഉടനെ തന്നെ എറണാകുളത്ത് വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. വേടൻ്റെ ഫോൺ നമ്പർ ചോർത്തി, അദ്ദേഹത്തോട് ബന്ധപ്പെട്ട എല്ലാ ഫോണുകളും ചോർത്തി. അപ്പോഴാണ് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുമെന്നുള്ള വിവരം കിട്ടുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു? 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതിന് 6 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വേറൊരു കേസുണ്ടായി. പുലിനഖം പുലിയുടെ പല്ല് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അതിനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റുകാർ കൊണ്ടുപോയിട്ട് അവസാനം കേസ് കോടതിയിൽ എത്തിച്ചു. ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം ജയിലടയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. ശക്തമായ രൂപത്തിലായിരുന്നു ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിലാക്കാൻ ശ്രമിച്ചത്. കോടതിയിൽ ശക്തമായി വാദിച്ചു. വേടൻ മൃഗവേട്ടക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്നത് പുലിയുടെ പല്ലാണ്, പുലിയെ കൊന്നിട്ടാണ് അദ്ദേഹം പല്ലെടുത്തിരിക്കുന്നത്, ഇതിലപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും വേണോ? എന്നാൽ കോടതി ഉണർന്ന് പ്രവർത്തിച്ചു. ഈ പുലിപ്പല്ല് എന്ന് പറയുന്നത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഫോറൻസിക് ലാബിൽ പോയി തെളിയിച്ചിട്ടുണ്ടോ? ഇത് ആരോ സമ്മാനിച്ചൊരു സംഭവമാണ്. ഇതിന് ഇങ്ങനെയാണോ നടപടിക്രമം? ആ രൂപത്തിൽ അവസാനം വേടന് ജാമ്യം കിട്ടി. വേടൻ അന്ന് വരെ അറിയാത്ത രൂപത്തിൽ വളർന്നു പന്തലിച്ചു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറി വേടൻ. അനീതിക്കെതിരെ സമൂഹത്തിലെ പീഡിത വർഗക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന, ദളിതർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ശക്തനായ ഒരു തീപ്പന്തമാണ് വേടൻ എന്ന് തെളിയിച്ചു. ഇപ്പോൾ ഇതാ അവസാനം മാർക്സിസ്റ്റ് പാർട്ടി മുട്ടുകുത്തിയിരിക്കുന്നു. അങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയ വേടനെ ഇടുക്കിയിലെ 4ാം വാർഷികാഘോഷത്തിൽ, ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികാഘോഷത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വേടനായിരുന്നു മുഖ്യതാരം. വേടൻ വന്നതോടെ 10,000ങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തി. വേടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി, വേടനോടൊപ്പം തുള്ളാൻ വേണ്ടി, ഇളകി മറിയാൻ വേണ്ടി, ആ പാട്ടിൽ ലയിച്ചു അറിയാൻ വേണ്ടി അദ്ദേഹം ഇന്നലെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ നേർചിത്രമാണ് നമ്മൾ തുടക്കത്തിൽ കുറച്ച് കാണിച്ചുള്ളത്. ഇപ്പോൾ വേടൻ വന്ന ശേഷമുള്ള അവിടെയുള്ള സംഭവം ഒന്ന് നമുക്ക് നേരിട്ട് കാണാം. കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു പോണ ഒരു കാര്യമുണ്ടല്ലോ. കാരണം എന്നെ പിള്ളേരെ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ. അപ്പം എന്നെ അറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ട് ഇവിടെ, ഇഷ്ടംമാതിരി ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അത് വന്നപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാണല്ലോ, എന്നെ വേടൻ എന്നാണ് വിളിക്കുന്നത്. ഹിരൺദാസ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര്.
പുതുതലമുറ സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാർക്ക് എൻ്റെ പാട്ട് കേട്ടിട്ട് ഇവൻ എന്ത് തേങ്ങയാണ് ഈ പാടണെന്നൊക്കെ തോന്നിപ്പോകാം. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. പക്ഷെ എൻ്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക. ഹേമന്തേ, കഥയാ വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീറും കഥകൾ, കാൽപന്ത് കളിക്കുന്ന കളത്തില് പല ഷെല്ല് പതിക്കുന്ന കഥകൾ, പല തലമുറകളായി വളർന്ന മണ്ണില് തരം കെട്ടുപോയ കഥകൾ, കഥകള് ഓ കഥകള്, കഥകള് വാപ്പാന്റെ മാറില് ഉമ്മാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരില്. ഇതിനകത്ത് ഞാനൊരു വരി എഴുതണ്ടേ? അതിങ്ങനെയാണ്: എൻ്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ, എൻ്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എൻ്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എൻ്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. പോടാ പോടാ. 2 മിനിറ്റ് ഇല്ല. അത് ഈ കവിത 2 മിനിറ്റ് ഇല്ല. 2 മിനിറ്റ് ഇല്ല ഈ കവിത. പക്ഷേ കണ്ണാ, ഞാൻ കേൾക്കണ്ട നീ വിളിക്കണത്. ഞാൻ ഇവിടുന്ന് നീ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ. നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നതിനെ കുറിച്ചും നമുക്ക് ആരാണത് വാങ്ങിത്തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല. അടിമയായിരിക്കാനേ നിന്നെ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക. ഞാൻ ഇത് പറയുന്നത് എൻ്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാനിത് പറയുന്നത്, അല്ലേ മക്കളെ? വേടന്റെ പ്രേമപ്പാട്ടാണ്. റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലോറിൽ വെച്ച് പാടുന്നത്. ഇത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച, അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമം എഴുതാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് ഒരുപാട് നന്ദി. ഹേമന്തേ, എന്റെ കണ്ണിപ്പെട്ടത് പോകുമ്പോ തീർക്കുമ്പോ
എന്റെ നാളെ പ്രേമനിലെ പോകലോവയെ പോകരാ എന്റെ നാളെ എന്റെ നാളെ അടി 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 നിങ്ങളുടെ വെള്ളം കുടിക്കട്ടെ ഞാൻ. പുലയരെല്ലാരും കൂടി ചേരമരായാൽ എന്താ? പുലയന്റെ പുല മാറുമോ ഈ കേരളത്തിൽ? ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സാമ്പവരായാൽ എന്താ? പറയന്റെ പഴി മാറുമോ? എവിടെ മാറാനാണല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പോരാടിക്കൊണ്ടേയിരിക്കാം മക്കളെ, പോരാടിക്കൊണ്ടേയിരിക്കാം. പഠിക്കുക, അധികാരം കയ്യിലെടുക്കുക, ജനങ്ങൾക്ക് വേണ്ടി മിണ്ടുക. അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ പണി ഞാൻ ചെയ്യണു, അത്രേനെ. ഹേമന്തേ, ഏത് പാട്ട് പോകും നമ്മള്? ഓക്കെ ഓക്കെ, സെറ്റ് കിട്ടിയിട്ട് എന്താ പോണ നമ്മള്? തെരുവിന്റെ മോനാണോ പോണേ? തെരുവിന്റെ മോനാണല്ലേ പോണത്? ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക്, ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമല്ല. വേടൻ പൊതു സ്വത്താണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ കലാകാരനാണ്. എന്നെ കാണാൻ വന്ന ജനങ്ങൾക്കും ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെന്റിനും എന്നെ ഒരുപാട് നന്ദികൾ. കരയല്ലേ നെഞ്ച, കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. 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 ഹേമന്ത് I wanna be the best in the game, invest in my name, check no restraints, I'm obsessed with the pain, I ingest, I retain, assist and I change, possessed by the thought I'll be free one day from society's restraints, money, clout and fame, a disease, a plague, we all love to hate, have to play the game, have to make a name, all our insecurities are on display, with the enemy, think that it was meant to be, living in a time where disease is on every screen, I won't let them pester me, I know most are festering, negativity is a plague for the mentally weak, no mercy, all I got is working, never stop searching, never quench the thirsty. I'm toxic and psychotic, with this logic, you can't stop it. It's been chronic since I was a boy, so neurotic and chaotic. ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ. കരയല്ലേ കരയല്ലേ, ഇന്ന് വീണ മുറിവ് നാളെ Off the gas, you can see all the healing if the pain's in the past. Move on from the grave, put your foot on the gas. No, never stop competing. I've been doing this, I'm on it. I just wanna be iconic. Sipping on a gin and tonic, got me going off on a mom's topic. If I ever play, I want it. You know that I'm always honest. Stay away from those who are toxic. Keep my face no way you don't want it. Yeah. Don't try to drain my energy. The enemy is everything. It's mentally, unhealthily, spreading like a rare disease. But I won't let it get to me. I don't need your therapy. I can leave a legacy of leading by intensity. Come on, we can fight this. Freedom is priceless. Spread just like a virus. Living in a crisis. Do you feel courageous? Do you seek greatness? Trust
ഇന്ന് വീണ മുറിവ് നാള അറിവല്ലേ കരയല്ലേ എന്നെ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാള അറിവല്ലേ ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല്ലേ തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ. ഇത് പളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. എന്തൊരു മനുഷ്യനാർന്നല്ലേ. മരിച്ചുപോയെന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ വിശ്വസിക്കാൻ പറ്റായില്ലേ. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം പോയി. അത് കണ്ട് കണ്ട് നെഞ്ച് കല്ലായി പോയി. പഴയ കാലം പാഴ് ചൊല്ലായി പോയി. എന്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി. എന്റെ മുറ്റത്തെ കിണറ്റിൽ നഞ്ചായി പോയി. ഞാൻ മുത്തമിട്ട ആള് മണ്ണായി പോയി. ആ മണ്ണിൽ വീണ ഞാൻ വിത്തായി പോയി. ഉയിരൊഴികെ മിച്ചമെല്ലാം പോയി. പക്ഷേ ഉയിരുണ്ടല്ലോ, ഉയിര് അത് കുഴിയിൽ വീണവന് കയറ്. ഉടലുണ്ടല്ലോ, ഉടല് നല്ല നാവികൻ ജനിക്കും കടല്. ഹേമന്ത് അയിലം കുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ? ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ അയിലൻ കുർദി ഒന്ന് അടിച്ചു കൊടുത്തേക്ക്. ഒരു കൊച്ചുമോൻ ഒരു കടലോരത്ത് ചത്ത് മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനാണ് അയിലൻ കുർദി. നിങ്ങളെപ്പോലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു അനിയനായിരുന്നവൻ. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, അയിലൻ കുർദി ആരാണെന്ന് പഠിച്ചിരിക്കണം മക്കളെ. നിങ്ങൾ ലാവിടെ ഡാൻസ് കളിപ്പിക്കാനാ? പോലീസുകാരുള്ളപ്പോ ലാവിടെ പോവാല്ലേ? പച്ചർച്ചയിലെ മണ്ണ് പെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല. കൊച്ചി കായൽ ചേറ്റിയാ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത്. ഈ തിക്കും തിരക്ക് കാണിക്കരുത്. ഇത് കാണിക്കരുത്. വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളുള്ളൂ. ഈ തിക്കും തിരക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്ക് പറ്റുന്നത്. ഞാൻ സ്റ്റേജിൽ ഒറ്റയ്ക്കാണ് നിൽക്കണേ. എനിക്കൊരു കുഴപ്പം വരില്ല. നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത്, പരിക്ക് പറ്റും. മഷിട്ട് നോക്കിയാൽ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതൽ നിന്നെ കുളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. ആ മച്ചനെ മറക്കല്ലേ. മനുഷ്യൻ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ. ഞാൻ കരുണമയനല്ലേ. തരുന്ന മരണം വരമല്ലേ, തളരും ഇരുമ്പ് കരമല്ലേ, പുയില് തൊടാ മരമല്ലേ, പോരും ഗുണമല്ലേ. കേക്ക്. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം. വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം. ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങുവെട്ടമാകാം. നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാൻ നീവ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല. മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല. വാ, എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ. എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ. എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം. എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. ഹേമന്ത് എന്നിട്ട് എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോ. മക്കളെ, എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ. ഫോണുള്ളമാരൊക്കെ ഫ്ലാഷ് ഓൺ ചെയ്തോ. പിടിച്ചതെല്ലാം പുലിവാലിടാ. പുലിവാലി പിടിച്ചെന്നാണ് ഇപ്പൊ പറയണേ മക്കളെ. പിടിച്ചതെല്ലാം പുലിവാലിടാ. കാണ്ടമൃഗത്തിന്റെ തോലിടാ. അഴുക്കിൽ പിറന്നവരാണടാ. അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. പകല് പറന്നങ്ങ് പോയടാ. ഇരവ് നമുക്കുള്ളതാണടാ. പദവി പണമൊന്നും വേണ്ടടാ. ഇത് ഉരുക്കു ഗുണമുള്ള തോളിടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളു കള്ളമൊന്നും കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളമൊന്നും. ഹേമന്ത് എൻ്റെ കൂടെ പിറക്കാതെ എൻ്റെ കൂടെ പിറന്ന എൻ്റെ പ്രിയജനങ്ങളെ, കുറെ സ്നേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സ്നേഹം.
എൻ്റെ അവസാന പാട്ടാണ്, ഞാൻ പോവാണ്. അവസാന പാട്ടാണ്, എൻ്റെ അവസാന പാട്ടാണ്. ഇതേപോലൊരു വലിയ വേദിയിൽ, ഒരുപക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളുടെ, ഇതിനും 10,000-കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു മയിരുമില്ല. ഇനിയും കാലമില്ല, കാത്തിരിക്കാനാകുകില്ല, പുറത്തു പോകുവാൻ ക്ഷമയൊരു തരി ബാക്കിയില്ല. എനിക്ക് വേണ്ടതോ, എനിക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച്, ഞങ്ങളേറെ കൊതിച്ച്, അതിനായി എത്ര പേർ മരിച്ച്, കണ്ട് കണ്ട് നീ ചിരിച്ച്. കപട ദേശവാദി, നാട്ടിൽ മത ജാതി വ്യാധി, തലവനില്ല ആദി, നാട് ചുറ്റിടാൻ നിന്റെ നികുതി. വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഹേമന്തേ, എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളിൽ പാട്ട് പാടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ്. എനിക്ക് വാക്കുകൾ കൊണ്ട്, എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട്. ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ, അടുത്ത പ്രാവശ്യം കാണാൻ മക്കളെ. പോയിട്ട് വരാം. അപ്പോൾ പിന്നെ ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല. ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിനു ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വേടൻ ഇടുക്കിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കണ്ടല്ലോ, അതായത് വേടനെ എങ്ങനെയാണോ ഒരൊറ്റയടിക്ക് ലോകപ്രശസ്തനാക്കിയത്, ഇതേപോലെയാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ പത്രപ്രവർത്തകനായ ഷാജൻ സ്കറിയെ ഒറ്റ ദിവസം കൊണ്ട് കേരളം മുഴുവൻ മാത്രമല്ല നാഷണൽ ലെവലിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലാക്കി കൊടുത്തു പിണറായി. കാരണം അതുപോലെയാണ് പിണറായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. തൻ്റെ പോലീസിനെ കൊണ്ട് ഭീകരാവസ്ഥ സൃഷ്ടിച്ച് ഇവരെല്ലാം വരട്ടി ജയിലിനകത്താക്കാം എന്നുള്ള പ്ലാൻ പൊളിച്ചത് കോടതിയാണ്. ഇപ്പോഴിതാ വേടനെ പോലെ ഷാജൻ സ്കറിയും ഒറ്റയടിക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വാനോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം ശക്തമായ തിരിച്ചടി മാത്രമല്ല, ഈ ആരെയാണോ വേട്ടയാടുന്നത് അവരെല്ലാവരും കത്തിപ്പടരുകയാണ് പിണറായി വിജയനെതിരെ എന്നുള്ളതാണ് സത്യം. ഇപ്പോഴിതാ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിച്ച വേടനാണ് താരം. അതേപോലെ ഇപ്പോൾ ഷാജൻ സ്കറിയും സൂപ്പർ താരമായി മാറിയിരിക്കുന്നു. മറ്റേത് സിനിമയിലെ സൂപ്പർ താരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഇവർക്ക് രണ്ടുപേർക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് വടി കൊടുത്ത് അടി മേടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഇത്.